നമസ്കാരം, ബിനീഷ് എലപ്പാറ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ആണ്. പുതിയതായി ഒരു പട്ടയം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നടപടിക്രമം എന്താണ് എന്നാണ് ഒരു ചോദ്യം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് കൃത്യമായി മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. കാരണം പട്ടയം അനുവദിക്കുക എന്നുള്ളത് എല്ലാ ജില്ലകളിലും നിലവിൽ നടക്കുന്ന സംഭവമല്ല. അതായത് ചില ജില്ലകളിൽ മാത്രമേ പട്ടയം പുതിയതായിട്ട് കൊടുക്കുന്നുള്ളൂ. ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ മാത്രമേ നിലവിൽ പട്ടയം പുതിയതായിട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റുള്ള ജില്ലകളിൽ ഏകദേശം പട്ടയം എല്ലാം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ചില ജില്ലകളിൽ ഒന്നോ രണ്ടെണ്ണം ഒക്കെ കൊടുക്കുക. അങ്ങനെ അധികം ആവശ്യമായിട്ട് വരുന്ന ഒരു മറുപടി അല്ല ഇത്. അപ്പം അതായത് ഓരോ താലൂക്കുകളും ഓരോ രീതിയിലാണ് ഇതിന്റെ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അതായത് ചില ജില്ലകളിൽ അല്ലെങ്കിൽ ചില താലൂക്കുകളിൽ പട്ടയത്തിന്റെ ഓഫീസ്, സ്പെഷ്യൽ പട്ടയത്തിന്റെ ഓഫീസുകളായിരിക്കും പട്ടയം ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ ചില താലൂക്കുകൾ തഹസിൽദാർ, അതായത് ലോക്കൽ തഹസിൽദാർ തന്നെ ആയിരിക്കും ഈ പട്ടയം കൈകാര്യം ചെയ്യുന്നത്, പട്ടയം കൊടുക്കുന്നതും പൊക്കരോജി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അതായത് ഓരോ വില്ലേജ് അല്ലെ ഓരോ ജില്ലകളിലും ഓരോ രീതിയിലായിരിക്കും ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ പട്ടയത്തിന്റെ ഓഫീസാണ് ഈ ഒരു പട്ടയം നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു പട്ടയത്തിന്റെ ഫയൽ പൂർണ്ണമായിട്ടും നേരെ തഹസിൽദാർ അടുത്ത്, അതായത് ലോക്കൽ തഹസിൽദാർ അടുത്ത് കൈമാറ്റം ചെയ്യുകയും ലോക്കൽ തഹസിൽദാരുടെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന്, അതായത് താലൂക്കിന്റെ നേരെയായ തഹസിൽദാരുടെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്നും ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. വില്ലേജ് ഓഫീസർക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാം, ഇന്ന ആൾക്ക് ഈ ഒരു പട്ടയം പോക്കുവരവ് ചെയ്ത പേരിലേക്ക് ആക്കി കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നുള്ളൊരു ഉത്തരവ് നൽകുകയും ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ അതായത് ഈ പട്ടയം പോക്കുവരവ് ചെയ്ത് കരമടക്കുന്നതിനായിട്ട് ഈ വ്യക്തിക്ക് കരമടച്ച് നൽകാനുള്ള പ്രൊസീജിയർ ചെയ്തു കൊടുക്കുകയും ഈ വ്യക്തിക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നേരിട്ട് വന്നോ ഈ പട്ടയത്തിന്റെ പോക്കുവരവ് ഫീസ് അടക്കം കരമടയ്ക്കുകയും പിന്നീടുള്ള വർഷങ്ങളിൽ ഓൺലൈനായിട്ട് കൃത്യമായിട്ട് കരമടയ്ക്കാൻ സാധിക്കുന്നതാണ്. ചില വില്ലേജുകളിൽ അല്ലെങ്കിൽ ചില താലൂക്കുകളിൽ ഇത് മാനുവലായിട്ട്, അതായത് ഫയലുകൾ കൊണ്ടുപോകുന്നതുമൊക്കെ നേരിട്ട് ആളുകളിൽ കൊടുത്തുവിടും അല്ലെങ്കിൽ തപാൽ മുഖാന്തരമായിരിക്കും. എന്നാൽ ചില താലൂക്കുകളിൽ ഇത് ഓൺലൈനായിട്ടായിരിക്കും. ഓൺലൈനിൽ നേരെ revenue.kerala.gov.in സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്യുകയും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ സൈറ്റ് വഴി നോക്കാൻ സാധിക്കുന്നതാണ്. ആ സൈറ്റ് വഴിയായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. അതായത് ഈ ഒരു ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അത് ഓരോ വില്ലേജുകളുടെയും അല്ലെങ്കിൽ ഓരോ താലൂക്കുകളുടെയും വ്യത്യസ്തമായിട്ടായിരിക്കും. പക്ഷേ ഇതിന്റെ പ്രൊസീജിയർ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില്ലേജിൽ അല്ലെങ്കിൽ നിങ്ങളുടെ താലൂക്കിൽ എങ്ങനെയാണ് ഇത് കൈമാറ്റം ചെയ്യേണ്ടത്. അതായത് ഈ പട്ടയം നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിലേക്ക് ആവില്ല. അത് നിങ്ങളുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്ത് കരമടച്ചാൽ മാത്രമേ അത് ആ സ്ഥലം നിങ്ങളുടെ പേരിലേക്ക് ആവത്തുള്ളൂ. അത് കൈമാറ്റം ചെയ്യുന്നതിന് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ വിഷയമായിട്ട് വീണ്ടും കാണാം. See you.